കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ അത്തിയടുക്കം 48 ഏക്കറിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. മാത്തിൽ സ്വദേശി രാജൻ പെരിങ്ങേത്തിന്റെ കൃഷിസ്ഥലത്താണ് കഴിഞ്ഞ 3 ദിവസമായി കാട്ടാന തുടർച്ചയായി കൃഷി നശിപ്പിക്കുന്നത്. തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ചിറ്റാരിക്കൽ അത്തിയടുക്കം 48 ഏക്കറിൽ ഇറങ്ങിയ കാട്ടാന നശിപ്പിച്ചത്. സമീപമുള്ള കൊട്ടഞ്ചേരി വനത്തിൽ നിന്നുമാണ് ആന ഇറങ്ങുന്നത്. വനാതിർത്തികളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ പരിപാലനമില്ലാത്തതിനാൽ സോളാർ വേലി ഇപ്പോൾ തകരാറിലാണ്. സോളാർ വേലി അറ്റകുറ്റപ്പണി നടത്തുകയും പരിപാലനത്തിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കിയും ആന കൃഷിയിടത്തിലിറങ്ങുന്നത് തടയാനാവശ്യമായ കാര്യങ്ങൾ വനംവകുപ്പ് അടിയന്തരമായി ചെയ്യണമെന്ന് ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണിയ വേലായുധൻ ആവശ്യപ്പെട്ടു. അത്തിയടക്കം 48 ഏക്കറിൽ അവിടെ ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് കാട്ടാന ഇറങ്ങി കൃഷികളെല്ലാം തോതിൽ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തൂക്കുവേലിയും കറണ്ടിന്റെ വേലിയും ഉള്ളതാണ്. അതിന് അടിയന്തരമായിട്ട് അതിന് ചാർജിങ് കൊടുത്ത് ആന ഇറങ്ങി വരാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഫോറസ്റ്റ് ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആനയും ആന കുഞ്ഞുങ്ങളും അടക്കം ആനക്കൂട്ടങ്ങൾ തന്നെ വന്നിട്ട് കൃഷി ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. കുറെ കാലങ്ങളായിട്ട് ഈ കാട്ടാന ശല്യം ഉള്ളതാ. നിരന്തരമായിട്ടുള്ള അധികൃതരോടുള്ള അഭ്യർത്ഥന മൂലം 48 ഏക്കർ ഭാഗം സോളാർ വേലി ചെയ്തിട്ടുണ്ട്. അത് കറണ്ട് അതിൽ കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ആന ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കുന്നത്. അടിയന്തരമായിട്ട് ഈ സോളാർ വേലി ചാർജ് ചെയ്ത് ആനശല്യത്തിൽ നിന്ന് ഇവിടെയുള്ളവരെ രക്ഷിക്കണം. സോളാർ വേലി ചാർജ് ചെയ്ത് തങ്ങളുടെ കൃഷിയും ജീവനും രക്ഷിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.